നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വട്ടായി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററും വടക്കാഞ്ചേരിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ മെയിൻ റോഡിലെ വണ്ടി എടുത്തിട്ട് നടന്ന് വരും കേട്ടോ. ജസ്റ്റ് ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ വരുമ്പോൾ ഒരു കരിങ്കല്ല് കോറി കാണും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വെള്ളച്ചാട്ടം. ഒരുപാട് പേര് ഇവിടെ കുളിക്കാനും ആർമാദിക്കാനായിട്ട് വരുന്നുണ്ട്. കണ്ട, ഈ കാണുന്നതാണ് സംഭവം. ജസ്റ്റ് ഇതിലൂടെ ഈ വെള്ളം പോണത് അങ്ങോട്ട് മുറിച്ച് കിടന്നാൽ അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും, എളുപ്പത്തിൽ പറ്റും. ചെറിയ പരൽമീനൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേരെ ഇവിടെ വന്ന് കുളിച്ച് ആർമാദിക്കുന്നുണ്ട്. നല്ല അടിപൊളി വലിയ മരങ്ങളുണ്ട് ഈ പാറക്കൂട്ടത്തിൻ്റെ നടുക്ക്. ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റും ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികളുടെ. അത് മുറിച്ച് കിടന്നാണ് നമ്മളങ്ങോട്ട് ചെല്ലണത്. സറൗണ്ടിങ്സ് ആട്ടോ, ചുറ്റുപാടാണ് കാണുന്നത്. ലേഡീസൊക്കെ വരുന്നുട്ടാ. ഇത് കാണുന്ന വാട്ടർഫാൾസ്, അതിൻ്റെ താഴേക്ക് വീണ്ടും പതിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഒരുപാട് പേര് വന്ന് കുളിക്കുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ വിഷ്വലാണ് ഇപ്പോൾ കാണുന്നത്. ഫാമിലീസും കുട്ടികളും എല്ലാവരും വരുന്നുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം ഒഴുകി വീണ്ടും വേറൊരു ചെറിയ വെള്ളച്ചാട്ടം രൂപപ്പെട്ട് കാണാം. അവിടെയും ആളുകൾ ഇറങ്ങിയിട്ട് കുളിക്കുന്നുണ്ട്.
കൂടുതലും ഫാമിലീസാണ് അവിടെ. ഫാമിലീസ് ഇത് അതിൻ്റെ താഴത്ത് വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അടിയിൽ വേറെ അപ്പുറത്തെ സൈഡിൽ കൂടെ വെള്ളം ഒഴുകിയിട്ട് വലിച്ച് വന്നിട്ട് വീണ്ടും ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടെന്ന്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരു കരിങ്കൽ കോറിയാണ്, അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും കുറേ പേര് വന്ന് കുളിക്കുന്നുണ്ട്. നമ്മളിത് കടന്നു വരുമ്പോൾ കുറേ ചിത്രശലഭങ്ങളെ കാണാനുണ്ട് കേട്ടോ. ഇതാണ് മറ്റൊരു വശം ഇതിൻ്റെ. നല്ല തണുത്ത വെള്ളമാണ്. ഒരുപാട് ആളുകൾ ആർമാദിക്കാനും കുളിക്കാനും എൻജോയ് ചെയ്യാനും വരുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ചുറ്റിനും ഭയങ്കര വലിയൊരു കോറിയാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം ഉള്ളത്. ഈ കുടിവെള്ള പദ്ധതി ഉണ്ടല്ലോ, ഇത് വീഡിയോയിൽ കറക്റ്റ് കാണണമെന്ന് എനിക്കറിയില്ല. ഈ കുടിവെള്ള പദ്ധതിയുടെ താഴത്തേക്കൊരു ഇടുങ്ങിയ വഴിമുണ്ട്. വഴി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു നടപ്പാത ഈ കരിങ്കല്ലിൻ്റെ ഇടയിൽ കൂടെ. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മളത് രണ്ടാമത് കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തും. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.